വരണമെന്നുണ്ടെന്നാൽ അതിന് വരാൻ പറ്റുന്നില്ലല്ലോ എന്നാ കവി പണ്ട് പാടിയ പോലെ. പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നില്ലല്ലോ, പാടണമെന്നുണ്ടെന്നാൽ അതിനൊരു സ്വരം വരുന്നില്ലല്ലോ. അപ്പോൾ പിള്ളേരായിരിക്കുമ്പോഴും ഏത് കുട്ടിയിലും ആഗ്രഹമുണ്ട്, പക്ഷേ എന്തൊക്കെയോ ബ്രേക്ക് ഇടയ്ക്ക് സംഭവിക്കുന്നു. ഇപ്പോൾ അവർക്ക് ഈ തോട്ടിൽ ചാടാനോ ആസ്വദിക്കാനോ അല്ലെങ്കിൽ പ്രകൃതിയുടെ രമണീയത ആസ്വദിക്കാനോ ഈ പാടവരമ്പത്തോടെ നടന്ന് ആസ്വദിക്കാൻ അവർക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഇതെല്ലാം റവറായി പോയില്ലേ. അല്ലെങ്കിൽ പാടവരമ്പത്തോടെ കാറ്റും കൊണ്ടിങ്ങനെ കുളിർക്കാറ്റും കൊണ്ടിങ്ങനെ നടക്കുന്നത് എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പം മനസ്സിൽ സംഘർഷമില്ല, മനസ്സിൽ ആനന്ദം നിറഞ്ഞ ഒരു സ്വർഗീയ ആനന്ദം മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ അന്യം നിന്ന് പോയി. ആ വെള്ളത്തിലേക്ക്, ആ ചുഴിയിലേക്ക് ഞങ്ങൾ എടുത്തു ചാടുമായിരുന്നു. അപ്പോൾ എടുത്തു ചാടിയാൽ നമ്മളെ ഒന്ന് കറക്കി അടി കൊണ്ടുപോയി ഒന്ന് കുത്തിയേച്ചെങ്കിൽ പോകും. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നല്ല പ്രാക്ടീസായിരുന്നു, നല്ല മരുങ്ങുമായിരുന്നു, നല്ല രസമായിരുന്നു. ഉണ്ടായി കളിക്കുന്ന ഈ കുഴിയിലേക്ക് ചാടിയാൽ. ബോബി, ഒരു അതിമനോഹരമായ ഒരു സ്ഥലത്താണല്ലോ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത്. പ്രകൃതി രമണീയതാൽ എല്ലാവരുടെയും മനം കുളിർക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. അപ്പോൾ ഇത് മുഴുവൻ പാടമായിരുന്നു. അപ്പോൾ ആ പാടം മാറി റബ്ബർ ആക്കി മാറ്റിയ ഒരു കാഴ്ച ഇവിടെ കാണുന്നത്. അപ്പോൾ പണ്ട് കണ്ടം കൃഷി ഉണ്ടായിരുന്നപ്പോൾ നെൽമണികൾ ഇങ്ങനെ വളഞ്ഞു കുത്തി കിടക്കുന്ന അതിമനോഹര കാഴ്ചയായ ഒരു സ്ഥലമായിരുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറം തോടാണ്, കരികിലത്തോട്. അപ്പോൾ അവിടെ ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. ഒരു രണ്ടാള് മച്ചം വെള്ളം അതിൻ്റെ അകത്ത് ഏത് വേനക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഴിയെല്ലാം ചെക്കിടാൻ പണിത് നികത്തിക്കളഞ്ഞു. എന്നിരുന്നാലും ഇപ്പോൾ ആ പഴയ ഓർമ്മകൾ ഒന്ന് പുതുക്കാൻ വേണ്ടിയാണ് ജോലിയെ ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം ഒന്ന് ആൾക്കാരെ, ജനങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിങ്ങനെ തുടിക്കുക. അപ്പോൾ ആ സ്ഥലമെല്ലാം നമുക്കൊന്ന് കാണാം. പണ്ടേ ഇതിലേക്ക് വരുമ്പം ധാരാളം ആളുകൾ നടന്നു പോകണ്ടായിരുന്നു. 4 നൂറ്റാണ്ടിൻ്റെ വിടവ് അതിഭയങ്കരമാണ്. അപ്പോൾ 4 നൂറ്റാണ്ട് മുമ്പ് ഇതിലെ ജനങ്ങളെ ഇടതടവില്ലാണ്ട് ഇതിലെ സഞ്ചരിച്ചുകൊണ്ട് ഈ തോട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു, കുളിക്കാനും അലക്കാനും. അപ്പോൾ എല്ലാവരുടെയും ഒരു മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സ്ഥിരാകേന്ദ്രമായിരുന്നു തോട്. അതായത് 12 മാസവും ഇതിലെ ആളുകൾ പോകണ്ടായിരുന്നു. 12 മാസവും എന്ന് പറഞ്ഞാൽ ഏത് വേനക്കും ഈ പനിക്കപ്പന്തി കുഴി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ തോട്ടിലുള്ള കുഴി, ഈ തോട്ടിലുള്ള കുഴി. അപ്പോൾ പനിക്കപ്പന്തിക്കാരുടെ സ്ഥലമാണ് ഈ തൊട്ട് മുകളിൽ കാണുന്ന ഈ സ്ഥലങ്ങളെല്ലാം. പനിക്കപ്പന്തിയിൽ എന്ന് പറഞ്ഞ വീട്ടുകാരുടെ അധീനതയിലുള്ളത്. അപ്പോൾ അവരുടെ പറമ്പിനോട് ചേർന്നാണ് ഈ തോട് ഒഴുകുന്നത്. അപ്പോൾ ആ തോട്ടിൽ പ്രകൃതി തീർത്ത ഒരു അതിമനോഹര കുഴിയുണ്ടായിരുന്നു. കുഴി വെള്ളം ചാടി ഇങ്ങനെ ഒരു 3 നാൾ താഴ്ചയിലുള്ള ഒരു കുഴി. അവിടെ ചെക്കിടാൻ വന്നപ്പോൾ അതെല്ലാം നികത്തിക്കളഞ്ഞു. അപ്പോൾ ഇപ്പം കുഴിയില്ല എങ്കിലും അതിൻ്റെ തൊട്ട് താഴെയെല്ലാം കുളിക്കാൻ നല്ല സൗകര്യമുള്ള പാറക്കെട്ടും തുണി അലക്കാനും എല്ലാം സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ കാണാം. പനിക്കപ്പന്തി കുഴി എന്ന് പറഞ്ഞാൽ ഒരു 3 നാൾ താഴ്ചയിലേക്ക് നമ്മൾ ചാടുവാണ്, തോട്ടിലേക്ക് എടുത്ത് ചാടുവാണ്. അപ്പോൾ അതൊരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഓരോ ഓർമ്മ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പ്രശസ്തമായ പനിക്കപ്പന്തി കുഴിയുടെ അടുത്തല്ലേ? സാക്ഷാൽ പനിക്കപ്പന്തി കുഴി ഇതാണ്, ഈ കാണുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം രൂപാന്തരം സംഭവിച്ചു. ഈ ചെക്കിടാൻ വന്നപ്പോൾ. അപ്പോൾ ഈ കെട്ടിൻ്റെ ഒപ്പം 2 ചീങ്കല്ലിൻ്റെ തിട്ട ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, തിട്ട. അപ്പോൾ ഈ കെട്ടിൻ്റെ ഒപ്പം. അപ്പോൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ വെള്ളം താത്തി വിട്ടിരുന്ന ഒരു ഓടയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വരളി പോലെ. അപ്പോൾ ഈ വരളി പോലെ ഒരു ഓട. അപ്പോൾ വെള്ളം ഇങ്ങനെ കുത്തിച്ചാടുമായിരുന്നു. ഇങ്ങനെ ഈ തിട്ടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കുത്തിച്ചാടിയത് കൊണ്ടാണ് ഇവിടെ കുഴിയുണ്ടായത്. അപ്പോൾ ആ കുഴി എന്ന് പറഞ്ഞാൽ ഒരു 2 ആൾ താഴ്ച ഉണ്ടായിരുന്നു, 2 ആൾ താഴ്ച. അപ്പോൾ ഇതിൻ്റെ ഈ വരമ്പ് തന്നിരുന്ന ഈ പൊക്കത്തിലാണ്. അപ്പോൾ ഈ വരമ്പിൻ്റെ മുകളിൽ നിന്നാണ് എടുത്ത് ഈ കുഴിയിലേക്ക് ചാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നല്ല ഒരു 10-25 പിള്ളേർ എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെയും വൈകിട്ടും ഇങ്ങനെ ചാടി കുളിച്ച് ആനന്ദിച്ച് രസിച്ച് പോകുന്ന ഒരു കാലം ഒരു 93 വരെ ഉണ്ടായിരുന്നു. 94 ഇവിടെ ഈ ചെക്കിടാൻ പണിതപ്പം ഈ കുഴി മുഴുവൻ നികത്തി ഇതെല്ലാം നശിപ്പിച്ചു. ചെക്കിടാൻ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. തോട്ടിലെ വെള്ളം വേനക്ക് പറ്റുന്നതല്ലേ? അപ്പോൾ ഈ കുഴി ഒഴിച്ച് ബാക്കി ഭാഗങ്ങളിലെ വെള്ളമെല്ലാം പറ്റും. അപ്പോൾ ഈ പനിക്കപ്പന്തി കുഴിയിൽ ഒരു 2 ആൾ വെള്ളം എല്ലാ വേനക്കും എല്ലാ സമയത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പായി വെള്ളത്തിൽ കുളിക്കാൻ. അപ്പോൾ ഈ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വേനക്ക് കുളിക്കാൻ വേണ്ടി ഈ കുഴിയനെയാണ് ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ തുണിയലക്കും എല്ലാ പരിപാടിയും കുളിയും എല്ലാം നല്ല സൗകര്യപൂർവ്വം. ഇവിടെ നല്ല സൗകര്യമുണ്ട്. ഇവിടെ അലക്കുകല്ലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഇപ്പോൾ ഓരോ ഓർമ്മയായി മാറി. തിണ്ടൊക്കെ ഇടിച്ച് കളഞ്ഞത്
ഈ സൈഡ് കെട്ടാൻ വേണ്ടി തിണ്ടിടിച്ച് കളഞ്ഞല്ലേ? അപ്പോൾ ഈ ചെക്ക് ഡാമിൻ്റെ ഭാഗമായിട്ട് ഒരു മുകളിലേക്കും താഴേക്കും ഒരു 500 മീറ്റർ കരിങ്കല്ലിട്ട് സൈഡ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിട്ടെല്ലാം ഇടിച്ച് കളഞ്ഞത്. അല്ലെങ്കിൽ തിട്ടൊക്കെ ഇവിടെ ഈ കുഴിനകത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചെക്ക് ഡാം എന്ന് പറയുന്നത് ആ മുകളിലാണ്, അവിടെയായിട്ട് വെള്ളവും. അപ്പോൾ ഇതെല്ലാം നശിച്ചു പോയി. ഇനിയിപ്പോൾ ഇതൊരു ഓർമ്മയായിട്ട് അവശേഷിക്കുക. ഈ കുഴിക്കകത്ത് ചുഴി ഉണ്ടാകാറുണ്ടായിരുന്നോ? അതല്ലേ രസം. അപ്പം മഴക്കാലത്ത് ഈ നടവരമ്പെന്ന് പറഞ്ഞാൽ ഇത്രയും കൂടെ പൊക്കം ഉണ്ടായിരുന്നു. ഈ പൊക്കത്തിലാണ് നിന്നിരുന്നത്, ഈ പൊക്കത്തിലാണ് നടവരമ്പ് വന്നിരുന്നത്. അപ്പോൾ ആ നടവരമ്പിൻ്റെ ഒപ്പം വെള്ളം പൊക്കം ഇങ്ങനെ അത് ഈ മുകളിൽ നിന്ന് കുത്തിച്ചാടുന്നതുകൊണ്ട് വട്ടത്തിൽ വെള്ളം ഇങ്ങനെ കറക്കുക. അപ്പോൾ ആ വെള്ളത്തിലേക്ക്, ആ ചുഴിയിലേക്ക് ഞങ്ങൾ എടുത്തി ചാടുകയാണ്. അപ്പോൾ എടുത്തി ചാടിയാൽ നമ്മളെ ഒന്ന് കറക്കി അടി കൊണ്ടുപോയി കുത്തിയേച്ചെങ്കിൽ പൊക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നല്ല പ്രാക്ടീസായിരുന്നു, നല്ല മരുങ്ങുമായിരുന്നു, നല്ല രസമായിരുന്നു. ഉണ്ടായി കളിക്കുന്ന ഈ കുഴിയിലേക്ക് ചാടിയാണ്. അപ്പോൾ പൊങ്ങാണ്ട് നോക്കും, ഇവിടെ വെള്ളത്തിൽ മുക്കി പിടിക്കാൻ നോക്കും, നമ്മളാ പിടിച്ചുകൊണ്ട് പൊക്കണം. എന്തെല്ലാം കുസൃതികൾ ഇവിടെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ തോട്ടിലാണോ നീന്തലൊക്കെ പഠിച്ചേ? ഈ തോട്ടിൽ ഈ കുഴി കിടന്നാണ് നീന്തൽ പഠിച്ചത്. അതുകൊണ്ട് എത്ര ഭയങ്കര വെള്ളം കണ്ടാലും ഒരു ഭയമില്ല. ഇവിടുന്ന് കോവളത്ത് ഞങ്ങൾ ടൂർ പോയപ്പോൾ കടലിൽ 3 മണിക്കൂർ ചാടിയത്, കടലിൽ തന്നെ വെള്ളത്തിൽ കിടന്നത് ഈ പരിചയം കൊണ്ടാണ്. ഈ കുഴി ചാടിയുള്ള പരിചയമാണ്. ആ ആത്മവിശ്വാസത്തിലാണ് ഇങ്ങനെ തിര വരുമ്പം തിരക്ക് മുകളിൽ നിൽക്കും. ഈ തോടിൻ്റെ താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇടുങ്ങിയ, അതായത് വീതി കുറഞ്ഞ് തോടെല്ലാം ഒതുക്കപ്പെട്ടതായിട്ട് കാണപ്പെടുന്നത്. ഈ സൈഡെല്ലാം തെളിച്ച് വെള്ളം ഒഴുകാനുള്ളൊരു സംവിധാനമൊക്കെ അന്നത്തെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ചെയ്തിരുന്നു എല്ലാ വർഷവും. അപ്പോൾ പണ്ടത്തെ തോട് തെളിഞ്ഞ് കിടക്കാൻ കാരണം അന്നുള്ള ആൾക്കാർ അവനവൻ്റെ സ്ഥലത്തിൻ്റെ ഏരിയ, അപ്പോൾ ആ തോടിൻ്റെ ഭാഗം അത് സൈഡെല്ലാം വെട്ടി തെളിച്ച് ഒരു പള്ളയൊന്നും നിർത്താണ്ട് മണലോ ചെളിയെല്ലാം വന്നാൽ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോരി കരയ്ക്കെടുത്ത് മാറ്റിയിടും. അപ്പം നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന എന്ത് സംഗതി വന്നാലും ഞെരിയോ അങ്ങനെയുള്ള സംഗതി എല്ലാം എടുത്തു മാറ്റി തോട് ക്ലീനാക്കി തോട്ടി കുളിക്കാനും നല്ല സുഖമായിരുന്നു. നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുകയോ ഇല്ല. വെള്ളം കരകവിഞ്ഞ് കയറുന്നൊരു സംഭവം അങ്ങനെ അന്നില്ലായിരുന്നു. ഈ തോടിൻ്റെ 2 സൈഡും മിക്കവാറും നെൽകൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നെൽകൃഷിയായിരുന്നു മിക്കവാറും സ്ഥലത്ത്. ഈ റബ്ബർ തോട്ടം എല്ലാം കണ്ടങ്ങളായിരുന്നു, ഇതെല്ലാം നിലങ്ങളായിരുന്നു. അപ്പം ഇങ്ങനെ കൃഷി ചെയ്യേണ്ട സമയത്ത് കൃഷിക്ക് മുമ്പ് തന്നെ ആദ്യം അവർ തോട് തെളിക്കും. തോട് തെളിച്ച് ക്ലീൻ ആക്കിയിട്ട് കണ്ടത്തിൽ പണി തുടങ്ങും, അല്ല നിലത്ത് പണി തുടങ്ങും. അപ്പോൾ അന്ന് നല്ല ഇവിടെ എല്ലാം ഈ ഏരിയയുടെ ഒരു സുവർണ്ണകാലമായിരുന്നു. അപ്പോൾ നാനാ ഭാഗത്തു നിന്നും 100 കണക്കിന് പണിക്കാരെ ഈ കണ്ടത്തിൽ കൂടെ പണിയാനും ഉണ്ടാവും. ഇപ്പോഴും ജനസമൃദ്ധമായ ഒരു ഏരിയ ആയിരുന്നു ഈ ഭാഗം. ഇപ്പോൾ 1/4 നൂറ്റാണ്ടിൻ്റെ വിടവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തി വെച്ചു. വെച്ചാൽ ഇവിടെ ഒരു മനുഷ്യജീവി ഉണ്ടോയെന്ന് കാണണമെങ്കിൽ വളരെ വിരളമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു മനുഷ്യവാസമൊന്നും ഇല്ല. അന്ന് ഈ തോടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്നു പോകാനുള്ള വരമ്പുകൾ, കണ്ടംവരമ്പുണ്ടായിരുന്നു. കണ്ടംവരമ്പെല്ലാം നല്ല വരമ്പ് വെട്ടി നല്ല മിനിക്ക് നല്ല ഭംഗിയായിട്ട് ഇടുക. അതിൻ്റെ അകത്ത് നെല്ലെല്ലാം ഇങ്ങനെ കാറ്റത്ത് നിന്ന് ആടി ഒലയുന്ന കാണാൻ മനം കുളിർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇവിടെ ഒരു 10-20 ഏക്കർ സ്ഥലം ഇങ്ങനെ നെൽപ്പാടങ്ങളാണ്. 20 ഏക്കറിന് മുകളിലുണ്ട്. അതായത് ഈ നെൽപ്പാടങ്ങളിലൂടെ കർഷകർ ഒരു 2 തവണയെങ്കിലും വരും. അല്ല, രാവിലെയും വൈകിട്ടും വരും. രാവിലെയും വൈകിട്ടും എന്നുവെച്ചാൽ ഇതിന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പോന്നു പോരായ്മ നോക്കണമെന്നാണ് കാരണന്മാർ പറയുന്നത്. അപ്പോൾ ഒരു നെല്ല് നട്ട് കഴിഞ്ഞാൽ പോന്നു പോരായ്മ നോക്കുകയെന്ന് പറഞ്ഞാൽ കണ്ടത്തിൽ വെള്ളം നിൽക്കുന്നുണ്ടോ, കണ്ടത്തിലെ മട വീഴുന്നുണ്ടോ എന്നാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ കണ്ടത്തിൽ വെള്ളം പറ്റി പോയി കഴിഞ്ഞാൽ, വിണ്ട് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം നിൽക്കുകയില്ല. അപ്പം ഒരു കാരണവശാലും കണ്ടത്തിൽ വെള്ളം നിൽക്കാതെ ഇരിക്കാൻ അവർ സമ്മതിക്കുകയില്ല. രാവിലെയും വൈകിട്ടും നല്ല കൃഷിക്കാരൻ 2 നേരം കണ്ടത്തെ പാടത്ത് നോക്കും. അപ്പോൾ എല്ലാ കണ്ടത്തിൻ്റെയും മരമേ ഇങ്ങനെ നടന്നു നോക്കും, മട വീണിട്ടുണ്ടെന്ന്. ഇത് മട വീഴും, ഇടയ്ക്ക് മട വീണ് വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ ആ കൃഷി പോയി. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും കണ്ടെത്തി നോക്കുമായിരുന്നു. എല്ലാ പുഴുവും കയറിയിട്ടുണ്ടെ മരുന്നടിച്ചതിനെ നശിപ്പിക്കുമായിരുന്നു. അപ്പോൾ എലി വിട്ടുന്നുണ്ടോ നോക്കും. ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി രാവിലെയും വൈകിട്ടും നോക്കും. അത് അവർക്കൊരു രസമുള്ള കാര്യം കൂടെയായിരുന്നു. ഈ കൃഷിയെല്ലാം നല്ല ഭംഗിയായിട്ട് തഴച്ചു വളർന്ന് നിൽക്കുന്ന കാണുമ്പോൾ നെല്ല് ഇങ്ങനെ കാറ്റത്ത് ആടി ഒലിയുന്നത് ഏതൊരു കർഷകൻ്റെയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഈ നെൽകൃഷി ഇല്ലാതായതോടുകൂടിയല്ലേ നമ്മുടെ ഇവിടെ ജലക്ഷാമവും അതുപോലെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം? നെൽകൃഷി ഇല്ലാതായതോടുകൂടി 2 കാര്യങ്ങളാണുള്ളത്. നെൽകൃഷി ഉള്ളപ്പം കണ്ടത്തിൽ നോക്കാനായിട്ട് ഇവരെല്ലാം രാവിലെയും വൈകിട്ട് ഇറങ്ങുമ്പം ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പം നാട്ടുവർത്താനം പറയും, ആശയങ്ങൾ പറയും. ഇങ്ങനെ ആൾക്കാരെ കണ്ടുമുട്ടുമ്പം തന്നെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അവർ ഒരു കണ്ടെത്തി നോക്കിയാച്ചൊരു 10 മണിയൊക്കെ ആകുമ്പോൾ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അത്രയും
സമയം ഇങ്ങനെ നാട്ടുവർത്താനം പറയാം. അതുപോലെ തന്നെ ഇപ്പം കണ്ടം കൃഷി എന്നോടുകൂടി വെള്ളം നിൽക്കാത്ത ഒരു അവസ്ഥയായി. കിണറ്റിലേക്കൊന്നും വെള്ളം കുറച്ച് കിനിഞ്ഞിറങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേനൽക്ക് ഒരു ഡിസംബർ ആകുമ്പോഴത്തേനും ഇവിടുത്തെ കിണറുകളെല്ലാം പറ്റിപ്പോവുക. ഇപ്പം ബോബി പറഞ്ഞ പോലെ ഈ കണ്ടത് ഈ കാണുന്നതൊക്കെ കണ്ടമായിരുന്നല്ലേ പറഞ്ഞേ? ഈ കാണുന്ന കണ്ടമായിരുന്നു, സ്ഥലങ്ങളെല്ലാം കണ്ടമായിരുന്നു. അപ്പോൾ ഈ തോടിനേക്കാൾ ഉയർന്നാണ് കണ്ടം നിന്നിരുന്നത് അല്ലേ? കണ്ടം നിന്നിരുന്നത്. അപ്പം ഈ തോട്ടിലെ വെള്ളത്തേക്കാൾ കൂടുതൽ മുകളിൽ ഡാം പോലെ ഈ കണ്ടത്തിൽ വെള്ളം നിൽക്കുക. അപ്പം ഈ വെള്ളം കിനിഞ്ഞിറങ്ങുന്നതുകൊണ്ട് തോട് എപ്പോഴും ജലം ഉണ്ടായിരുന്നു. അതെ, എപ്പോഴും ഉറവയുണ്ടായിരുന്നു. എപ്പോഴും ഒരു നിരപ്പിന് വെള്ളം നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഒരു മഴ പെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഈ 2-3 മഴ പെയ്തുകൊണ്ടാണ് ഇത്രയും വെള്ളം വരുന്നത്. ഒരു നാളത്തെ കൂടെ മഴ പെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് തീർത്തും അങ്ങ് പറ്റിപ്പോവുക. വെള്ളം നിൽക്കുന്നില്ല. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ എല്ലാ ആളുകൾ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് ഈ തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയതുകൊണ്ട് വെള്ളം തോട്ടിൽ കൂടെ ചൊവ്വേതരം ഒഴുകാനുള്ള സംവിധാനമില്ല. അങ്ങനെ ഒരു സംവിധാനമില്ല. ഞങ്ങളിവിടെ 1 കിലോമീറ്റർ മുകളിൽ കാരമ്മക്കുഴി എന്ന് പറഞ്ഞൊരു കുഴിയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ തോട്ടിച്ചാടിയാൽ മഴക്കാലത്ത് തോട്ടിച്ചാടിയാൽ ഒരു 1.5 കിലോമീറ്റർ താഴെ ഒരു പാലമുണ്ട്. കാരിപ്പുറത്ത് വാതിൽ ഒരു പാലമുണ്ട്. അവിടെ പോയാൽ കയറുന്നത്. അപ്പോൾ അത് പിള്ളേരായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഹരം പകരുന്ന ഒരു സംഗതിയായിരുന്നു. ഒരു 10-15 പേര് ഞങ്ങൾ ഒരു ബറ്റാലിയൻ കാണും. ആർക്കും ഒരാപത്തും ഇല്ലാണ്ട് തോടെ തന്നെ നീന്തി താഴോട്ട് പോകാൻ. ഇതിപ്പം താഴോട്ട് നീന്തുന്നതുകൊണ്ട് വലിയ ഫോഴ്സൊന്നും വേണ്ട, പതഞ്ഞ് കിടന്നാൽ മതി, വെള്ളത്തിൽ പതഞ്ഞ് കിടന്നാൽ മതി. ഒരു 2 കിലോമീറ്റർ ദൂരം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നീന്തുന്ന ഒരു പതിവ് ഒരു 85, 90, 95 കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ പിള്ളേരായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരുന്നത്. എല്ലാ വർഷവും മഴക്കാലത്ത് ഇങ്ങനെ ചാടി നീന്തുമായിരുന്നു. ഏത് വെള്ളത്തിലും ഞങ്ങൾ ചാടുമായിരുന്നു. ഈ തോട് നിറഞ്ഞു പോകുമ്പോൾ ചാടുമായിരുന്നു. അതായത് 70, 80, 90 കാലഘട്ടങ്ങളിൽ ജനിച്ചവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. അതെ അല്ലേ? അപ്പം 70-ന് മുമ്പ് ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ 70 തൊട്ടാ ഈ കേരളം ഇന്ത്യയും പച്ച പിടിച്ച് വന്നത്. അപ്പം നമ്മുടെ ദാരിദ്ര്യമൊക്കെ കാലഘട്ടം മാറി വന്ന ഒരു കാലഘട്ടമായിരുന്നു 70, 80, 90. അപ്പോൾ ഈ 30 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. മനസ്സിന് സന്തോഷമുള്ളൊരു കാലമായിരുന്നു. അതിന് മുമ്പ് ദാരിദ്ര്യമായിരുന്നു, അതിദാരിദ്ര്യമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നത് കാപട്യങ്ങളുടെ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇപ്പം കാപട്യം മാത്രമല്ലേ ഉള്ളൂ, എവിടെ നോക്കിയാലും കാപട്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജീവിതം ഒരു സുഖകരമല്ല. അതായത് നമ്മുടെ കാലഘട്ടത്തിൽ ജനിച്ച് വളർന്നവരാണ് ഇതെല്ലാം അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിച്ചിട്ടുള്ളത്. അതെ, അതൊരു 30 കൊല്ലം നമ്മൾ ഈ സുവർണ്ണ കാലഘട്ടമായിരുന്നു. കേരളത്തിൻ്റെ ഇന്ത്യയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു 30 കൊല്ലം. അന്ന് കാവട്യമില്ല, ചതിവില്ല, വഞ്ചനയില്ല, ഒന്നുമില്ല. എല്ലാം സന്തുലനാവസ്ഥയെ പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. സന്തുലനാവസ്ഥ. ഇപ്പോൾ സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. അതിപ്പം നമുക്ക് ചിന്തിക്കാൻ വരെ പറ്റുന്നില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ഈ തോട്ടി വന്ന് ചാടാൻ പറഞ്ഞാൽ അവർ വന്ന് ചാടുമോ? അവർക്ക് ആഗ്രഹം കാണും, പക്ഷേ ഇങ്ങോട്ട് വിടുന്നില്ല. അപ്പം വരണമെന്നുണ്ടെന്നാൽ അതിന് വരാൻ പറ്റുന്നില്ലല്ലോ എന്നാ കവി പണ്ട് പാടിയ പോലെ. പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നില്ലല്ലോ, പാടണമെന്നുണ്ടെന്നാൽ അതിനൊരു സ്വരം വരുന്നില്ലല്ലോ. അപ്പോൾ പിള്ളേരായിരിക്കുമ്പോഴും ഏത് കുട്ടിയിലും ആഗ്രഹമുണ്ട്, പക്ഷേ എന്തൊക്കെയോ ബ്രേക്ക് ഇടയ്ക്ക് സംഭവിക്കുന്നു. ഇപ്പോൾ അവർക്ക് ഈ തോട്ടി ചാടാനോ ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ രമണീയത ആസ്വദിക്കാനോ ഈ പാടവരമ്പത്തോടെ നടന്ന് ആസ്വദിക്കാൻ അവർക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഇതെല്ലാം റവറായി പോയില്ലേ. അല്ലെങ്കിൽ പാടവരമ്പത്തോടെ കാറ്റും കൊണ്ടിങ്ങനെ കുളിർക്കാറ്റും കൊണ്ടിങ്ങനെ നടക്കുന്നത് എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പം മനസ്സിൽ സംഘർഷമില്ല, മനസ്സിൽ ആനന്ദം നിറഞ്ഞ ഒരു സ്വർഗീയ ആനന്ദം മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ അന്യം നിന്ന് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.